പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മുടെ ഹൃദയം നമുക്ക് തുറക്കാം. ഇടുക്കി ജില്ലയിൽ കൊച്ചുവാള ഇടവകയിലുള്ളതാണ്. ഇടുക്കി ജില്ലയിൽ നിന്നാണ് നമ്മുടെ സഹോദരൻ. പേരങ്ങ് പറഞ്ഞോ. പേര് ജോസ് എന്നാണ്. ജോസിയേട്ടൻ 2013 ഒരു രാത്രിയിൽ എൻ്റെ തലച്ചോറിൻ്റെ ഞരമ്പ് പൊട്ടിപ്പോവുകയും എൻ്റെ ഈ ഇടത്തെ വശം മൊത്തം തളർന്നു പോവുകയും ചെയ്തു. 2013 രാത്രി തലച്ചോറിന് ഞരമ്പ് പൊട്ടി പല ആളും ഇവിടെ മരിച്ചിട്ടുണ്ട്. ഈ ഒരു സൈഡ് അങ്ങനെ ഇരിക്കുമ്പോഴേ ചേട്ടൻ്റെ ഞരമ്പ് പൊട്ടി, തലയുടെ ഞരമ്പ്. ഒരാഴ്ച ആശുപത്രിയിൽ കിടന്നു. അവരെന്നോട് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അതേപടി വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. ഒരു മാറ്റവും ഇല്ല. അങ്ങനെ കൈയും തളർന്നു, കാലും തളർന്ന്, മൊത്തം തളർന്നു. കംപ്ലീറ്റ് തളർന്ന് കിടക്കുമ്പോൾ ആശുപത്രി കൊണ്ടുപോയിട്ട് അവർ പറഞ്ഞു ഇതിനകത്ത് ചികിത്സിച്ച് ഇമ്പ്രൂവ്മെന്റ് ഇല്ല. മക്കൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു ചെടി പറിച്ചു നട്ടാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് ഇനി ഇത് വേര് പിടിച്ച് വന്നെങ്കിൽ രക്ഷപ്പെട്ടെന്ന് പറയാവുന്നു. അത് വലിയൊരു തെങ്ങ് പറിച്ചു വെച്ചാൽ ചിലപ്പോൾ വേര് പിടിക്കും, ചിലപ്പോൾ ഉണങ്ങിപ്പോവും. അതേമാതിരി ഞാനും ചിലപ്പോൾ ആള് മരിച്ചു പോവും, അല്ലെങ്കിൽ ചിലപ്പോൾ പിടിച്ചു വരും. എന്തായാലും ശരി, നിങ്ങൾ വീട്ടിൽ കൊണ്ട് കിടത്തിക്കൊള്ളാൻ പറഞ്ഞു. എന്നെ വീട്ടിൽ കൊണ്ടുപോയി കിടത്തി. ആഴ്ചയിൽ ഇങ്ങനെ അഭിഷേകാഗ്നി TV കാണുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഭാര്യയാണെങ്കിൽ നല്ലപോലെ പ്രാർത്ഥിക്കുമായിരുന്നു. നല്ലപോലെ പ്രാർത്ഥിക്കും. എനിക്കത്ര വലിയ വിശ്വാസമൊന്നുമില്ല. അത് ശരി. അന്ന് അഭിഷേകത്തിന് കാണുന്ന സമയത്ത് അപ്പോൾ ഭാര്യനെ അതിന് മുമ്പ് കുറച്ചൊക്കെ എന്നോട് പറയും പ്രാർത്ഥിച്ചോളാൻ പറയും. ഭാര്യ പറയും. ഞാൻ ഇങ്ങനെ ഇരുന്നുകൊണ്ട് പതുക്കെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഏതായാലും വേണ്ടിയല്ല, ഒരാഴ്ച അഭിഷേകാഗ്നി ഞായറാഴ്ച കണ്ടു, രണ്ടാമത്തെ ആഴ്ച കണ്ടു, മൂന്നാമത്തെ ആഴ്ച സ്തുതിപ്പിൻ്റെ സമയത്ത് എന്നോട് ഭാര്യ പറഞ്ഞു കയ്യെ പിടിച്ചിങ്ങനെ പിടിച്ച് പൊക്കി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ ഏതായാലും ഈ കയ്യെ പിടിച്ചിങ്ങനെ പൊക്കി പ്രാർത്ഥിച്ചു. ഈ കയ്യും പൊക്കി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞില്ല, എൻ്റെ കൈ ഇതാ നല്ല ശരിയായി. രണ്ട് കൈയും കാണിച്ച്
ഇപ്പൊ വേണമെങ്കിൽ ഏത് കട്ടിച്ചാക്കും എടുക്കാം, ഏത് കട്ടിച്ചാക്കും എടുക്കാം. ശക്തിമാൻ സത്യമാണ്. കൈകളെ കാക്കിയേ നോക്കി, ചേട്ടൻ ഭയങ്കര പവറായിട്ടോ. പണ്ടത്തെ പോലെ അല്ല. അച്ഛാ കാലും വയ്യായിരുന്നു, കൈയും വയ്യായിരുന്നു. എന്റെ ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ട് തന്നുകൊണ്ടിരുന്നത് ഭാര്യയാണ്. ഈ കൈയങ്ങ് വീണ് ഷർട്ടിന്റെ ബട്ടൺസ് ഇടാനോ തോർത്ത് പിഴിയാനോ ഒന്നും വേണ്ട. ഒരു ഇപ്പൊ ഏത് ജോലിയും ചെയ്യാം ഈ കൈ കൊണ്ട്. ഈ കൈ കൊണ്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ജോലി ഈ കൈ കൊണ്ട് ചെയ്യും. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇത് എങ്ങനെ സംഭവിച്ചായിരിക്കും ഇത് ക്ലിയർ ആയിട്ടില്ല. അതായത് അഭിഷേകത്തിന് കണ്ടോണ്ടിരുന്ന് വിശ്വാസം കയറി കഴിഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, ചേട്ടാ ഈ കൈ പൊക്കാൻ പറഞ്ഞ് ഇങ്ങനെ ഭാര്യ ഇങ്ങനെ കൈ പിടിച്ച് പതുക്കെ പൊന്തിച്ചു. അപ്പൊ ചേട്ടനും കൂടെ ഒരു കൈ കൊണ്ട് ഇരുന്ന കൈയാണ് അതിങ്ങനെ ഇങ്ങനെ ഞാൻ ഈ കൈ കൊണ്ട് ഇങ്ങനെ പോയി, അങ്ങനെ പൊങ്ങി. അപ്പൊ അങ്ങോട്ട് പൊങ്ങിപ്പോയി, ഇതങ്ങ് പൊങ്ങിപ്പോയി. 22ാമത്തെ ദിവസം നോക്കിയേ, അങ്ങനെ വീശ് ഇങ്ങനെ വീശ്. ഓ ഇത് ഗംഭീരം പരിപാടി കേട്ടോ. ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യാൻ പറ്റും. തൂമ്പ പിടിക്കാനും 75 കിലോ ചാക്ക് പിടിക്കാനും ഒക്കെ പറ്റും. ഓ ചാക്കെടുത്ത് ഉയർത്തുന്ന അതേമാതിരി ഈശോ സഹായിച്ചിട്ടുണ്ടോ. ആ ഭാര്യയിൽ ആദ്യം വിശ്വാസം കൊടുത്തു, പിന്നെ ഈ ചേട്ടന് കർത്താവ് ആ രോഗക്കിടക്കെ ഞങ്ങൾ എഴുന്നേപ്പിച്ച്. കയ്യിനും കാലിനും കേടില്ല. സന്തോഷമാണോ? സന്തോഷമാണോ? പിന്നെ അഭിഷേകത്തിനെയൊക്കെ ഇപ്പൊ കാണുന്നുണ്ടോ? എല്ലാ ആഴ്ചയിലും കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈ ഉയർത്തി അനുഗ്രഹത്തിന്റെ അധിപതിയെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈ ഉയർത്താത്ത എല്ലാവരും കൈ ഉയർത്തി, കൈ ഉയർത്തി കൈയടിച്ച്. അനന്ത കൃപാ പെരുന്നതിയേ അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്ത കൃപാ പെരുന്നതിയേ അനുദിനം നിൻ പദഗതിയേ, അടിയനു നിൻ കൃപമതിയേ, അനുദിനം നിൻ പദഗതിയേ, അടിയനു നിൻ കൃപമതിയേ, അടിയനു നിൻ കൃപമതിയേ, അടിയനു നിൻ കൃപമതിയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ഹൃദയത്തിലെ എല്ലാ അഹങ്കാരവും പാപവും ഭാരവും വിഷാദവും വിഷമവും രോഗബാധകളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും സങ്കടങ്ങളും സർവ്വഭാരം സമർപ്പിച്ച് ദൈവത്തെ നമുക്ക് ആരാധിക്കാം. 2 കരങ്ങൾ ഉയർത്തി ദൈവമക്കളെ ദൈവത്തെ ആരാധിക്കുക. ഹൃദയം കൊണ്ട് ദൈവത്തെ വിശ്വസിക്കുക, ദൈവത്തിൽ ശരണം വെക്കുക, ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, ആകുലമില്ല ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമില്ല ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. 2 കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹെവൻലി ഫാദർ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. മരുഭൂമിയിലെ പൊരിവെയിലിൽ കരയുവതോ മനമേ, മരുഭൂമിയിലെ പൊരിവെയിലിൽ നീ കരയുവതോ മനമേ, ആഗാറിന്റെ നിലവിളി കേട്ട ദൈവം ഇറങ്ങി വരും, ഉറവയെ തുറന്നു തരും.
ആഗാറിന്റെ നിലവിളി കേട്ട ദൈവം ഇറങ്ങി വരും, ഉറവയെ തുറന്നു തരും. കൈകൾ ഉയർത്തി കൈയടിച്ച് തപ്പുകളാരെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാരെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമില്ല ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമില്ല ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, സ്തുതിച്ചിടുക മനമേ, സ്തുതിച്ചിടുക മനമേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. കർത്താവേ, സമൂഹത്തിലേക്ക് ഞങ്ങൾ അഭിഷേകം നിറയട്ടെ. ബാലികാ ബാലന്മാർ ഉണരട്ടെ. വിദ്യാർത്ഥിനിയുടെ മേൽ അഭിഷേകം നിറയട്ടെ. കുടുംബങ്ങളെ അവിടുന്ന് ഇപ്പോൾ പൊതിയണമേ. സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. കലഹങ്ങൾ നീങ്ങിപ്പോകട്ടെ. പരിഹാസങ്ങൾ വിട്ടുപോകട്ടെ. യേശുവേ, ദാരിദ്ര്യം നീങ്ങട്ടെ. സാമ്പത്തിക ബന്ധനങ്ങൾ തകരട്ടെ. വിശ്വാസകൃപ നിറയട്ടെ. ജ്ഞാനം നിറയട്ടെ. ഓ ഹെവൻലി ഫാദർ, ഡിവൈൻ വിസ്ഡം. ദൈവിക വിസ്ഡം നിറയട്ടെ. ദൈവിക വിസ്ഡം നിറയട്ടെ. Fill us with the divine wisdom, O Lord. Holy Spirit, grant us your divine wisdom. Divine wisdom. Divine wisdom. Divine wisdom. Wisdom. Hallelujah. 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 Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എല്ലാവരും ഇരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ അഭിവാദനം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കർത്താവിൻ്റെ പ്രവൃത്തികൾ അഗോചരമാണ്. വിശുദ്ധ ലിഖിതത്തിൽ ദൈവം പ്രഭാഷകന്റെ പുസ്തകത്തിൽ 11 അധ്യായം 4 മുതൽ 6 വരെയുള്ള തിരുലിഖിതങ്ങളിൽ ജീവിതത്തിൻ്റെ ഒരു വിജയരഹസ്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ബുക്ക് ഓഫ് സിറ ചാപ്റ്റർ 11 വേഴ്സസ് 4 to 6 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ബഹുമാനിതനാകുമ്പോൾ ഞെളിയരുത്. ബഹുമാനിതനാകുമ്പോൾ ഡോണ്ട് ബോസ്റ്റ്. ബഹുമാനിതനാകുമ്പോൾ ഞെളിയരുത്, അഹങ്കരിക്കരുത്. അഹങ്കാരം നിലം പരിശാക്കും. നമുക്ക് സമ്പത്തുണ്ടായി, ധാരാളം അറിവ് കിട്ടി, കമ്പ്യൂട്ടർ പഠിച്ചു, വിദേശത്ത് ജോലി കിട്ടി, ഉയർന്ന ശമ്പളം കിട്ടി, 2 ലക്ഷം 4 ലക്ഷമൊക്കെ ശമ്പളം കിട്ടി, നല്ല ആരോഗ്യമുള്ള ശരീരവും തടിയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഹങ്കാരത്തോടെ ഗർവോടെ സംസാരിക്കരുത്. എനിക്ക് ഞാനൊരു സഹായം ആവശ്യമില്ല. ഭാര്യ ആര്, ഭർത്താവ് ആര്, മക്കളാര്, അപ്പനാര്, അമ്മയാര്, ഇങ്ങനത്തെ ഒരു ചിന്ത നല്ലതല്ല. ബഹുമാനിതനാകുമ്പോൾ നീ ഞെളിയരുത്. എന്തെന്നാൽ കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മയകരവും മനുഷ്യദൃഷ്ടിക്ക് അഗോചരവുമാണ്. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മയകരം. തീരെ അവഗണിക്കപ്പെട്ടതായിരിക്കും ഒരുപക്ഷെ നാളെ നമ്മളെ ഭരിക്കാൻ പോണത്. നമ്മളിന്ന് വളരെ അവഗണിച്ച് ചവിട്ടി മതിച്ചിട്ടിരിക്കുന്നവരായിരിക്കും നാളത്തെ വലിയ ഭരണകർത്താക്കൾ. ഇന്ന് നമ്മൾ വലുതായി കരുതുന്നവരൊക്കെ നാളെ ചിലപ്പോൾ ഒന്നുമല്ലാതായിത്തീരും. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മയകരവും മനുഷ്യദൃഷ്ടിക്ക് അഗോചരവുമാണ്. അഗോചരം എന്താ അതിൻ്റെ അർത്ഥം? അഗോചരം, കാണാൻ പറ്റാത്തത്, മറഞ്ഞിരി കാണുന്നില്ല, പക്ഷെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു.
ഇവിടെ കർത്താവ് നമ്മുടെ ഓരോരുത്തരെ അടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ കുടുംബങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ ചില ആളുകളെ നമ്മൾ തീരെ അവഗണിച്ചിട്ടുണ്ടായിരിക്കും. അവരായിരിക്കും ഒരുപക്ഷെ കർത്താവിൻ്റെ പ്രവൃത്തി വഴി ഒന്നാം സ്ഥാനത്തെത്തുന്നത്. പൂർവ്വപിതാവായ ജോസഫിൻ്റെ കാര്യം നിങ്ങൾ ചിന്തിക്കുക. ചവിട്ടി മെതിച്ച് അതിനെ ഉന്തി തള്ളിയിട്ട് ഒരു കിണറ്റിലിട്ട് അതിനെ കഥ കഴിക്കാൻ നോക്കി. അവസാനം അതിനെ വിദേശികൾക്ക് വിറ്റ്, അടിമയായി വിറ്റ് അതിനെ എഴുതി തള്ളി. കേമന്മാർ ഒരുപാടുണ്ടായിരുന്നു, പ്രബലന്മാർ ഒരുപാടുണ്ടായിരുന്നു, വലിയ പ്രതീക്ഷകളായ വാഗ്ദാനങ്ങളായവർ ഒരുപാടുണ്ടായിരുന്നു. അതുങ്ങളെല്ലാം അവസാനം ഇങ്ങനെ പാത്രം പിടിച്ച് നടക്കുകയാണ്, വിഷമിച്ച് നടക്കുകയാണ്, വലിയ തകർച്ചയിലും വേദനയിലും നടക്കുകയാണ്. ആ സമയത്ത് പൂർവ്വപിതാവായ ജോസഫ് എല്ലാവർക്കും മുകളിൽ ഉയർത്തപ്പെട്ടു. ഇതാണ് കർത്താവിൻ്റെ പ്രവൃത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കുടുംബത്തിൽ ഇരുന്ന് ഭാര്യനെ അങ്ങനെ കണ്ടമാനം ഇകഴ്ത്തരുത്, ദുഷിക്കരുത്. കുടുംബത്തിൽ ഇരുന്ന് ഭർത്താവിനെ കണ്ടമാനം അങ്ങോട്ട് അടിച്ചങ്ങോട്ട് കമഴ്ത്തി അങ്ങോട്ട് ഇല്ലാതാക്കരുത്. വില കൊടുക്കണം, വില കൊടുക്കണം. മാതാപിതാക്കളെ അങ്ങനെ തന്നെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തമ്മിൽ തമ്മിൽ വില കൊടുത്ത് ജീവിക്കണം. ഇത് കർത്താവിൻ്റെ ഒരു പദ്ധതിയാണ്. തമ്മിൽ തമ്മിൽ വില കൊടുത്ത് ജീവിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം പൂർവ്വപിതാവായ ജോസഫിൻ്റെ അടുത്ത് വന്നിട്ടാണ് ആ സഹോദരങ്ങളെല്ലാം പിന്നെ അവർ ഉപജീവനം കഴിയേണ്ടി വന്നത്. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീരുന്ന വിധം കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ കുടുംബത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പണിക്കാരായ നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർക്കുന്ന ഒരു ആത്മാവ് നമ്മുടെ ഇടവകയിൽ, നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, എന്തെന്നാൽ കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മയകരവും മനുഷ്യദൃഷ്ടിക്ക് അഗോചരവുമാണ്. കിരീടധാരികൾ തറപറ്റുന്നു, ഒന്നുമല്ലാത്തവൻ കിരീടമണിയുന്നു. എത്രയോ മന്നന്മാർ അവമാനിതരായിട്ടുണ്ട്, എത്രയോ പ്രസിദ്ധന്മാർ കരുണയ്ക്ക് വേണ്ടി കൈക്കുമ്പൽ നീട്ടിയിട്ടുണ്ട്. എത്രയോ മന്നന്മാർ 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 ഒന്നുമല്ലാതായി മാറി. എത്രയോ പ്രസിദ്ധന്മാർ കരുണയ്ക്ക് വേണ്ടി കൈ നീട്ടി. ബുക്ക് ഓഫ് സിറ chapter 11 verses 4 to 6. Do not boast about wearing fine clothes, and do not exalt yourself when you are honored. For the works of the Lord are wonderful, and his works are concealed from humankind, from human eyes. His works are concealed from humankind, human eyes. Then many kings have had to sit on the ground, but one who was never thought of has won a crown. Many rulers have been utterly disgraced, and the honored have been handed over to others. Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹങ്ങളിലും നമ്മുടെ എല്ലാ ഫെലോഷിപ്പിലും കൂട്ടായ്മകളിലും നമ്മൾ എവിടെയെല്ലാം ഇടപെടുന്നുണ്ടോ അവിടെ നാം ഒരാളെയും തള്ളിക്കളയാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് നമ്മുടെ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. സങ്കീർത്തന പുസ്തകത്തിൽ 75-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ തിരുലിഖിതം, ഒരുവനെ ഉയർത്തുകയും അപരനെ താഴ്ത്തുകയും ചെയ്യുന്ന വിധി നടപ്പാക്കുന്നത് നമ്മുടെ ദൈവമായ കർത്താവാകുന്നു. പ്രഭാഷകന്റെ പുസ്തകം 27-ാം അധ്യായം വളരെ മഹനീയമായ ഒരു ഉത്ബോധനം ദൈവമക്കൾക്ക് നൽകുന്നുണ്ട്. ലോകത്തിൽ എന്തെങ്കിലും വിധത്തിൽ അനുഗ്രഹം ഉണ്ടായി, ദൈവം അനുഗ്രഹിച്ചു, സമ്പന്നനായി, അല്ലെങ്കിൽ ജോലി കിട്ടി, ഉയർന്നു, ഭരണാധികാരിയായി, അല്ലെങ്കിൽ നല്ല വാഹനങ്ങൾ ദൈവം തന്നു, നല്ല പഠിപ്പ് തന്നു, റാങ്ക് തന്നു, ഉടനെ
ആരെയും ചവിട്ടി പഠിക്കാതിരിക്കാൻ സൂക്ഷിക്കണം. കാരണം പരിഹാസവും ദൂഷണവും നമ്മുടെ വായിൽ നിന്ന് അധരങ്ങളിൽ നിന്ന് പുറപ്പെടുകയാണെങ്കിൽ പ്രഭാഷകൻ 27-ാം അധ്യായം 28-ാമത്തെ തിരുലിഖിതത്തിൽ പറയുന്ന പ്രകാരമാണ്. പ്രഭാഷകൻ 27-28 അഹങ്കാരിയിൽ നിന്ന് പരിഹാസവും ദൂഷണവും പുറപ്പെടുന്നു, പ്രതികാരം സിംഹത്തെ പോലെ അവന് വേണ്ടി പതിയിരിക്കുന്നു. അഹങ്കാരിയിൽ നിന്ന് പരിഹാസം പുറപ്പെടുന്നു. ഒരു ഉറവയിൽ നിന്ന് എന്ന പോലെ അഹങ്കാരിയിൽ നിന്ന് ചറപറ എപ്പോഴും ദൂഷണവാക്കുകൾ, ദൂഷണം, കുറ്റം പറയുക, ദുഷിക്കുക, ദൂഷണം വമിക്കുന്നു, പരിഹാസം പുറപ്പെട്ടൊഴുകി വരുന്നു, അഹങ്കാരം. എന്നിട്ട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, പ്രതികാരം സിംഹത്തെ പോലെ കാത്തിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതൊന്നും നമ്മൾ നിസ്സാരമായി എഴുതി തള്ളരുത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവവചനം 119-ാം സങ്കീർത്തനത്തിൽ 155-ാം തിരുലിഖിതത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു, രക്ഷ ദുഷ്ടരിൽ നിന്ന് അകന്നിരിക്കുന്നു, എന്തെന്നാൽ അവർ അങ്ങയുടെ ചട്ടങ്ങൾ അന്വേഷിക്കുന്നില്ല. ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരു എന്തെങ്കിലും ഒരു ശത്രുവിനെ നേരിടുമ്പോൾ ഒരു മാനദണ്ഡവും ഇല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് മുമ്പിൽ നിൽക്കുന്നവർ വിലയില്ലാത്തവരാണെങ്കിൽ, പഠിപ്പില്ലാത്തവരാണെങ്കിൽ അവരോട് എങ്ങനെ പെരുമാറുന്ന രീതി, ചട്ടങ്ങളില്ല അവൻ്റെ പെരുമാറ്റത്തിന്, അവൻ്റെ ചിന്തയ്ക്ക് ചട്ടങ്ങളില്ല, മാനദണ്ഡങ്ങളില്ല, അവൻ്റെ തീരുമാനങ്ങൾക്ക് മാനദണ്ഡങ്ങളില്ല. അധികാരത്തിലിരിക്കുന്നു, വലിയ സ്ഥിതിയിലിരിക്കുന്നു, മാനദണ്ഡമില്ലാത്ത ജീവിതം പാടില്ല, പാടില്ല. കുടുംബത്തിലാണെങ്കിലും, സമൂഹത്തിലാണെങ്കിലും, ബന്ധുമിത്രാദികളോടാണെങ്കിലും, ഓഫീസിലാണെങ്കിലും, ആരോടാണെങ്കിലും, എവിടെയാണെങ്കിലും ദൈവവചനത്തിൻ്റെ മാനദണ്ഡം, ദൈവഭയത്തിൻ്റെ മാനദണ്ഡം വെച്ച് ദൈവഭയത്തോടെ ഞാനും നിങ്ങൾ വ്യാപരിക്കണം. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, രക്ഷ ദുഷ്ടരിൽ നിന്ന് അകന്നിരിക്കുന്നു, എന്തെന്നാൽ അവർ അങ്ങയുടെ ചട്ടങ്ങൾ അന്വേഷിക്കുന്നില്ല. മാനദണ്ഡങ്ങളില്ല. ഈ സമയം എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ആരാധനയുടെ സമയത്ത് എല്ലാ രോഗികളെയും ഈശോയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരികയാണ്. രോഗികൾ ഇപ്പോൾ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. വലിയ സൗഖ്യങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കുന്നുണ്ട്. വലിയ തരത്തിലുള്ള അഹങ്കാരത്തിൻ്റെ പീഡയുള്ളവർ അതിനൊരു സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കോപ സ്വഭാവത്താൽ ബന്ധിക്കപ്പെട്ടവർ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. വലിയ തരത്തിലുള്ള പൈശാചിക പീഡയിരിക്കുന്ന വിടുതലിനായി പ്രാർത്ഥിക്കുക. കുട്ടികളെല്ലാവരും അവരുടെ ഹൃദയത്തിലും ബുദ്ധിയിലും ജ്ഞാനവും എളിമയും നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. പഠിക്കാനുള്ള ബുദ്ധി നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. എന്നിൽ വസിക്കുന്നവനെ, എന്നെ കാക്കുന്നവനെ, ആരാധന. എന്നിൽ നിറയുന്നവനെ, എന്നിൽ വസിക്കുന്നവനെ, എന്നെ കാക്കുന്നവനെ, ആരാധന. എന്നിൽ ശുദ്ധിയായി ശക്തിയായി അഭിഷേകമായി വരണേ, എന്നിൽ ശുദ്ധിയായി ശക്തിയായി അഭിഷേകമായി വരണേ. ശുദ്ധന കാത്തൊരു വിശുദ്ധനാകാൻ കൃപയും നീ തരണമേ. ശുദ്ധന കാത്തൊരു വിശുദ്ധനാകാൻ കൃപയും നീ തരണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ. വിശുദ്ധിയുടെ വരം നിറയട്ടെ, അന്ധകാരങ്ങൾ വിട്ടുപോകട്ടെ, അത്ഭുത സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ.
സ്തുതിക്കാം. ഈ ജീവിതം തന്നതിനായിരമായിരം നന്ദി കർത്താവേ. പാടി സ്തുതിക്കാം. എനിക്കായുസ്സു നൽകി നീ കോടാനുകോടി സ്തോത്രം കർത്താവേ. എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ? എത്ര കാലം നിന്നെ പുകഴ്ത്തിയാലും കൊതി തീരുമോ? എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ?